കളരി ഒരു യുദ്ധകല മാത്രമല്ല. സിദ്ധരുടെ ദൃഷ്ടിയിൽ അത് ശരീരം, ശ്വാസം, ഭൂമി, ബോധം എന്നിവയെ ഒരേ താളത്തിലാക്കുന്ന ഒരു ജീവശാസ്ത്രമാണ്. മനുഷ്യശരീരം ഒരു ക്ഷേത്രമാണെന്നും അതിലെ ഊർജ്ജനാഡികളെ ഉണർത്താൻ ചലനവും ശ്വാസവും ശബ്ദവും ആവശ്യമാണ് എന്നും സിദ്ധർ കണ്ടു. അതിൽ നിന്നാണ് കളരിയുടെ ആഴം ആരംഭിക്കുന്നത്. പുരാതന കാലത്തെ യുദ്ധം എന്നത് വെറും ആയുധപ്രയോഗമല്ലായിരുന്നു. മനുഷ്യന്റെ ഉള്ളിലെ ഭയം, കോപം, ആശയക്കുഴപ്പം എന്നിവയെ ജയിക്കുന്ന ഒരു ആഭ്യന്തര ശാസനയായിരുന്നു. അതുകൊണ്ടാണ് കളരിയിൽ ആദ്യം പഠിപ്പിച്ചത് വിനയം, നിലപാട്, ശ്വാസനിയന്ത്രണം, ഭൂമിയെ സ്പർശിക്കൽ എന്നിവ. കാരണം സിദ്ധമാർഗത്തിൽ ശരീരം ഭൂമിയുമായി ചേരുമ്പോഴാണ് ശക്തി സ്ഥിരമാകുന്നത്. കളരിയുടെ അടിസ്ഥാനം ഈ വടിവുകൾ ആണ്. മൃഗങ്ങളുടെ ചലനങ്ങളിൽ നിന്നുള്ള ഈ രൂപങ്ങൾ പ്രകൃതിയുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്നു. പാമ്പിന്റെ ജാഗ്രത, ആനയുടെ സ്ഥിരത, സിംഹത്തിന്റെ ധൈര്യം, കുതിരയുടെ വേഗം ഇവ ശരീരാഭ്യാസം മാത്രമല്ല, മനസ്സിന്റെ അവസ്ഥകളുമാണ്. സിദ്ധരുടെ ഭാഷയിൽ ഇത് മനുഷ്യനെ പ്രകൃതിയുടെ താളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന വിദ്യയായിരുന്നു. കറുപ്പ് സ്വാമിയുമായുള്ള ബന്ധം ഇവിടെ ആഴത്തിൽ കാണാം. ഗ്രാമങ്ങളുടെയും അതിരുകളുടെയും രക്ഷാധികാരിയായി കണക്കാക്കപ്പെട്ട ശക്തിയാണ് കറുപ്പ് സ്വാമി. ഇരുട്ടിനെ ഭയപ്പെടാതെ അതിനെ കാക്കുന്ന ശക്തി എന്ന പ്രതീകമാണ് കറുപ്പ് സ്വാമി. സിദ്ധപരമ്പരയിൽ കറുപ്പ് എന്നത് ദോഷമല്ല, അത് കാണാത്ത ശക്തി, മറഞ്ഞ ബോധം, രാത്രിയുടെ സംരക്ഷണം എന്നിവയുടെ ചിഹ്നമാണ്. അതുകൊണ്ടാണ് പല പഴയ കളരികളിലും കാവൽദേവതകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. യുദ്ധകല ആത്മരഹിതമാകാതിരിക്കാനായിരുന്നു അത്. കളരിയിലെ വാൾ, വേൽ, ഉറുമി എന്നിവ വെറും ആയുധങ്ങളല്ല, മനുഷ്യന്റെ ഉള്ളിലെ ശക്തിയെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളായിരുന്നു. നിയന്ത്രണമില്ലാത്ത കോപം നാശമാകുമെന്നും നിയന്ത്രിത ശക്തി സംരക്ഷണമാകുമെന്നും പഠിപ്പിക്കാൻ ആയുധങ്ങൾ ഉപയോഗിച്ചു. അതുകൊണ്ട് യഥാർത്ഥ കളരി ആദ്യം മനുഷ്യനെ യോദ്ധാവ് ആക്കുന്നതല്ല, കാവൽക്കാരൻ ആക്കുകയാണ്. ശരീരത്തിന്റെ ഊർജ്ജകേന്ദ്രങ്ങൾ, മർമ്മബിന്ദുക്കൾ, ശ്വാസതാളം എന്നിവയെ അടിസ്ഥാനമാക്കിയതിനാൽ കളരി പിന്നീട് ഒരു ബ്രഹ്മാണ്ഡ യുദ്ധകല എന്ന നിലയിലേക്ക് മാറി. കാരണം ഇത് വെറും ശത്രുവിനെ തോൽപ്പിക്കാൻ അല്ല, മനുഷ്യനെ പ്രപഞ്ചത്തിന്റെ താളവുമായി ചേർക്കാൻ ശ്രമിച്ച കല ആയിരുന്നു. സിദ്ധരുടെ ദൃഷ്ടിയിൽ യഥാർത്ഥ യോദ്ധാവ് പുറത്തുള്ള ശത്രുവിനെ ജയിക്കുന്നവനല്ല, സ്വന്തം ഭയം, അഹങ്കാരം, അസന്തുലിതാവസ്ഥ എന്നിവയെ ജയിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കളരി ഇന്നും ഒരു പഴയ യുദ്ധകല ആയി മാത്രം നിലനിൽക്കാത്തത്. അത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഇടയിൽ മറഞ്ഞുപോയ ഒരു പാലം പോലെ ഇന്നും നിലകൊള്ളുന്നു. Empty your mind. Be formless, shapeless, like water. Now you put water into a cup, it becomes the cup. You put water into a bottle, it becomes the bottle. You put it in a teapot, it becomes the teapot. Now water can flow or it can crash. Be water, my friend.